شريك له ولا مثل له ولا مثال له وأشهد أن سيدنا محمدا صلى الله عليه وسلم الذي بلغت الرسالة وأديت الأمانة ونصح الأمة وكشف الغمة وجاهدت في سبيل الله فقد قال تعالى في محكم تنزيل أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون اللهم رب اشرح لي صدري ويسر لي أمري اللهم رب اشرح لي صدري ويسر لي أمري اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي فقد قال تعالى في محكم تنزيل عن أبي هريرة رضي الله تعالى عنه أنه قال النبي صلى الله عليه وسلم تركت فيكم أمرين لم تضلوا ما تمسكتم بهما كتاب الله وسنة حبيبنا المصطفى صلى الله عليه وسلم اللهم صل وسلم وبارك وتحنن على حبيبك سيدنا محمد صلى الله عليه وسلم الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره العظيم ومقداره العظيم وعلى آله وصحبه وسلم وبارك أجمعين പരിശുദ്ധനായ റബ്ബ് തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ നമ്മിൽ നിന്ന് അവൻ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ സംഭവിച്ച മുഴുവൻ അപരാധങ്ങളും അല്ലാഹു തആല അനുഗ്രഹീതമായ ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്കൊക്കെ മാപ്പ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഈമാനോടുകൂടി ജീവിക്കാനും കലിമത്ത് തൗഹീദ് റബ്ബിലേക്ക് മടക്കി ഏൽപ്പിച്ച് സ്വർഗം കണ്ട് റബ്ബിന്റെ പരിപൂർണ്ണ തൃപ്തിയിൽ അവനിലേക്ക് മടങ്ങി പോകാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധരായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഇന്റെ വസന്തങ്ങളിലാണ് നമുക്ക് നിലകൊള്ളുന്നത്. പരിശുദ്ധരായ സഹാബത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും പ്രമുഖരായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വായിക്കുമ്പോൾ കാണാൻ സാധ്യമാകുന്ന ഒരു എഴുത്തുണ്ട്. അല്ലാഹു തആലയുടെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്തേക്ക് നോക്കിയിരിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്നാണ് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധ്യമാകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്തുകളിൽ, എൻ്റെ ഏറ്റവും പ്രിയങ്കരമായ ഇബാദത്തുകളിൽ ഒന്ന് അങ്ങേ നോക്കിയിരിക്കലാണ്. അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അങ്ങക്ക് എന്തെല്ലാം സേവനങ്ങൾ എന്നെ കൊണ്ട് സാധ്യമാകുമോ അത് ചെയ്യലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം തങ്ങളെ എന്ന് പറയുന്നു. ഈ സഹാബാക്കളിലെല്ലാം അങ്ങേയറ്റത്തെ സ്നേഹത്തിൻ്റെ, അങ്ങേയറ്റത്തെ പങ്കുവെക്കലുകളുടെ ഒരു പ്രഹേളിക കാണുമ്പോൾ പഴയ വേദങ്ങളിലും വേദാന്തങ്ങളിലുമൊക്കെയും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വലിയ പ്രതിപാദ്യ വിഷയമായി ഉപനിഷത്തുക്കൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഉപനിഷത്തുക്കളിൽ വലിയ ഒരു പ്രാമാണികമായി തന്നെ കുടുംബ വെക്കാത്ത മക്ക എന്ന അറബ് നാടുകളെ
ഏതാണ്ട് 60,000-ഓളം അനുയായികളുമായി മഹാമനീഷിയായ ഒരു പ്രവാചകൻ അറേബ്യൻ ഭൂഖണ്ഡത്തിൽ ഉദയം ചെയ്യുകയും അദ്ദേഹത്തോടൊപ്പം 60,000-ത്തിലധികം ആളുകൾ പല സന്ദർഭങ്ങളിലായി അദ്ദേഹത്തിന്റെ ആശയത്തിൽ വിശ്വസിക്കുകയും ആ വിശ്വാസധാരയിലായി അവസാനം വരെ നിലകൊള്ളും എന്ന് ഉപനിഷത്തുക്കൾ ശക്തമായി ഉദ്ഘോഷിക്കുന്നത് കാണാം. തത്വോപനിഷത്തുക്കളിൽ, വേദങ്ങളിൽ, വേദാന്തങ്ങളിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിനെ കുറിച്ച്, അവിടുത്തെ പ്രകീർത്തനങ്ങളെ കുറിച്ച്, അവിടുത്തെ സംവദിക്കുന്ന പ്രഭാഷണങ്ങളെ കുറിച്ചൊക്കെയും വാചാലമാകുന്നുണ്ട്. ഇങ്ങോട്ട് വന്നാൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇഞ്ചീൽ പരാമർശിക്കുന്നുണ്ട്, സബൂറിൽ പരാമർശമുണ്ട്, തൗറാത്തിൽ പരാമർശമുണ്ട്. ബൈബിൾ രണ്ടാമതായി അതിന്റെ ഉൽപ്പത്തി പുസ്തകത്തെ വിവർത്തനം ചെയ്യുകയും ഇംഗ്ലീഷിന്റെയും ലാറ്റിൻ അമേരിക്കൻ ഭാഷകളിലേക്ക്, വ്യത്യസ്ത വേദങ്ങളിലേക്ക് മോറിസ് ബുഖായിയാണ് സമീപകാലത്ത് അതിനെ കൂടുതൽ പഠനവിധേയമാക്കുകയും അതിനെ ലോകത്തിനു മുമ്പിൽ വിരചിതമാക്കി കൊണ്ടുവരികയും ചെയ്തത് മോറിസ് ബുഖായിയാണ്. മോറിസ് ബുഖായിയെ തൊട്ട് ബെഞ്ചമിൻ എന്നറിയപ്പെടുന്ന ഒരു സമീപകാല എഴുത്തുകാരൻ പറയുന്നുണ്ട്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥത്തിൽ ഖുർആൻ വിശാലമായി അവതരിക്കപ്പെടുകയും ഇത്രയും ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയും അതിന്റെ സത്യങ്ങളെയും അതിന്റെ വേർതിരിവുകളെയും ചടുലമായി അവതരിപ്പിക്കപ്പെടുകയും ചെയ്ത ഗ്രന്ഥത്തിന്റെ ഉപജ്ഞാതാവായി ഒരിക്കലും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കാണുന്നില്ല. മറിച്ച് ഇതൊരദൃശ്യ ശക്തിയുടെ പരിശുദ്ധനായ എന്റെയും ഞാൻ വിശ്വസിക്കുന്ന മതങ്ങൾക്കും അപ്പുറം ഒരു ദൈവവും ഒരു ഏകത്വമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഏകത്വം ആണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചു കൊടുത്തത് എന്ന് ഞാൻ പറയാൻ കാരണം, അവിടുന്ന് ഏറ്റവും ഉമ്മിയായ പ്രവാചകനായി, നിരക്ഷരരായ പ്രവാചകരായിട്ടാണ് അവിടുന്ന് ലോകം പരിചയപ്പെടുത്തിയത്. കാരണം പിന്നീടൊരു കാലത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഇത് തങ്ങളുടെ കഴിവ് കൊണ്ട്, തങ്ങളുടെ പഠനം കൊണ്ട്, തങ്ങളുടെ എഴുത്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഖുർആൻ എന്ന് പറയപ്പെടാൻ സാധ്യതയില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പാകെ ഇത് അവതരിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു തആല അത് വാദിക്കുന്നത്. വെറുതെയല്ല. പിന്നെയോ മുഅ്മിനീങ്ങൾക്ക് വല്ലാത്ത ബന്ധമാണെന്ന് വിശുദ്ധ ഖുർആനും സമർത്ഥിക്കുന്നുണ്ട്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله النبي أولى بالمؤمنين മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ, സ്നേഹിക്കപ്പെടാൻ, തങ്ങളോട് ചേർന്നിരിക്കാൻ ഏറ്റവും അവകാശപ്പെട്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വശരീരത്തെക്കാൾ, സ്വന്തം ഭാര്യയെക്കാൾ, സ്വന്തം മക്കളെക്കാൾ താൻ സ്നേഹിക്കുന്ന ഏതെല്ലാം കെട്ടുബന്ധങ്ങളുണ്ടോ അതിന്റെ ചമൽക്കാരങ്ങളെക്കാൾ, അതിന്റെ വാക്ചാതുര്യങ്ങളെക്കാൾ സ്നേഹിക്കപ്പെടാൻ ഏറ്റവും അർഹർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ആയത്ത് ശ്രദ്ധേയമാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് റസൂലുള്ളാഹി തങ്ങളാണ്. ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഖുർആനിന്റെ ഇമാം ഇബ്നു അബ്ബാസ് തങ്ങളുടെ തഫ്സീറിൽ വായിച്ചാൽ ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വശരീരത്തെക്കാൾ പ്രാമുഖ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കൊടുക്കണം. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. വിവാദങ്ങൾ ധാരാളം എഴുതപ്പെടുകയും പറയപ്പെടുകയും ചെയ്ത ഒരു പരിശുദ്ധമായ മൗലിദിലെ വരിയാണ്. ഖുർആൻ മറിക്കൂ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിൽ വരികയും തങ്ങളോട് ഞാൻ ചെയ്ത പാപങ്ങളെ കുറിച്ച് എടുത്തു പറയുകയും അവിടുന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ അത് അല്ലാഹു സ്വീകരിക്കും റസൂലേ, അതുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, അങ്ങ് എനിക്ക് വേണ്ടി പൊറുക്കല്ല തേടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. സഹാബത്തിനെ കുറിച്ച് സൂറത്തുൻ നിസായിൽ വിരചിതമായ ആയത്തിൽ നിന്നാണ് മഹാനായ പരിശുദ്ധമായ മൗലിദ് ശരീഫിന്റെ മുസന്നിഫായ ആ പരിശുദ്ധമായ വാക്യങ്ങൾ എഴുതുന്നത്. ചുമ്മാതെയല്ല, എല്ലാ ഓരോ വാക്യങ്ങളെയും തങ്ങളുടെ ഓരോ മദ്ഹുകളെയും അത് ഖുർആൻ ശരീഫിന്റെ നസ്സുകൊണ്ട് പരസ്യമായി സമർത്ഥിക്കാൻ സാധിക്കും. പിന്നെയും എവിടെയാ സംശയം? അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഖൽബിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേറണം പ്രിയമുള്ളവരെ. അവിടുന്നോടുള്ള പ്രിയം. ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ചരിത്രം വായിക്കുമ്പോൾ കാണാം, ശരീരം അരിപ്പ പോലെ ആയിത്തീർന്നു. ഉഹദിന്റെ രണാങ്കണത്തിൽ വരുന്ന അമ്പുകൾ മുഴുവൻ നെഞ്ചത്തോട് സ്വീകരിച്ചു. റസൂലെ, അങ്ങയുടെ സ്ഥലത്തിരുന്നാൽ മതി. അബൂ തൽഹയെ വധിച്ചതിന് ശേഷം, ഈ സഹാബത്തിനെ വധിച്ചതിന് ശേഷമല്ലാതെ അങ്ങയുടെ അടുക്കലേക്ക് ഒരു ശത്രുവിന് എത്താൻ സാധിക്കില്ല. ഹദീസിന്റെ ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത് കാണാം, അവിടുത്തെ തിരുശരീരം ഒരരിപ്പ മാതിരി അസ്ത്രങ്ങൾ ഏറ്റിട്ട് ഇല്ലാതെയായി തീർന്നു. അത്രമേൽ മഹബത്ത്. പിന്നെ എവിടെയാണ് ഈ സഹാബത്ത്? ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ മുസ്ലിമാകുന്ന 60ാമത്തെ വയസ്സിലാണ്. ചെയ്തത് ഒരേ അമലാണ്, അവിടുത്തെ മദ്ഹ് പറയലാണ്, അത് എഴുതലാണ്. പ്രിയമുള്ളവരെ, ചരിത്രങ്ങളെ പച്ചയായ ചരിത്രങ്ങളായി അതിന്റെ അകക്കാമ്പുകളിലേക്ക് ഇറങ്ങി പഠിക്കാത്തതിന്റെയും അതിനെ പാഠ്യേതര വിഷയമാക്കാത്തതിന്റെയും പ്രശ്നങ്ങളാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. അതിലേക്ക് ശ്രദ്ധയെ പോകണ്ട. ഇതെല്ലാം നൂറ്റാണ്ടുകളായി നമ്മുടെ മുൻഗാമികൾ നിരന്തരമായി നടത്തിയെന്നു മാത്രമല്ല, ഈ ഖബറാളികളായി ഇന്ന് ദഫനിലായിരിക്കുന്ന മുഴുവൻ മഹത്തുക്കളായ മുൻഗാമികളും ഇത് നടത്തിയവരാണ്. അവർ കലിമത്ത് തൗഹീദിനെ തിരിച്ച് റബ്ബിലേക്ക് ഏൽപ്പിച്ചവരാണ്. ആ ഏൽപ്പിക്കലോട് കൂടി അള്ളാഹുവിന്റെ സന്നിധിയിലേക്കും മടങ്ങിയവരാണ് അവർ. അവരെയാണ് ഞങ്ങൾ പിന്തുടരുന്നത് എന്നാണ് മഹത്തുക്കൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. കലിമ പറഞ്ഞു മരിച്ചവർ എത്രയാണ്, എത്ര മഹത്തുക്കളാണ്. നിരന്തരമായി അവരുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി തങ്ങളോടുള്ള അതിരറ്റ സ്നേഹം, അവിടുന്ന് നിന്നെ സ്വപ്നത്തിൽ കാണാത്ത ഒരു ദിവസം ഉണ്ടായിരിക്കാത്ത മഹത്തുക്കളാണ് ഇതൊക്കെ വിരചിതമാക്കിയതും. അവരൊക്കെ നിരന്തരമായി ആ ഒരു സുന്നത്തിലും ചര്യയിലും ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ സംഭവിക്കാതെ മരിക്കുമ്പോൾ അവർ കലിമത്തു തൗഹീദിനെ തിരിച്ചേൽപ്പിച്ചിരുന്നു. സമീപകാല കേരളം കണ്ട ധാരാളം മഹത്തുക്കളായ മുൻഗാമികളെ, മഖ്ദൂമിയൻ പാരമ്പര്യത്തെ നമുക്ക് നോക്കുമ്പോൾ അത് വൃത്തിയായി വളരെ രസാവാഹകമായിട്ടാണ് ആ മഹത്തുക്കൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ചരിത്രത്തെ പച്ചയായി പഠിക്കുക, പിന്നെയും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം തന്നെ അതല്ലേ. നിങ്ങൾ ഖുർആൻ പോലെ തന്നെ നിരന്തരമായ വായന ഉണ്ടാകണം. ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അല്ലാഹു തആലയുടെ തിരുനാമത്തെ ഖുർആനിനെ വായിക്കുന്നത് പോലെ എല്ലാ വിഷയങ്ങളിലും പഠനങ്ങൾ ഉണ്ടാകണം. നമ്മളുടേത് മാത്രമെന്നല്ല, നിരന്തരമായ പഠനങ്ങളിൽ കൂടിയാണ് ഒരു വ്യക്തിയുടെ രൂപം ചെയ്യപ്പെടുക. അതില്ലാത്തതിന്റെ പേരിലാണ് ധാരാളം പ്രതിസന്ധികൾ ലോകത്തുണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. പുതിയ പുതിയ വിഷയങ്ങളായി കൊണ്ടുവന്ന് നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. ഇത് നിലനിന്ന് പോയ മഹത്തുക്കളെയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. അവരുടെ ജീവിതം എത്രമേൽ പരിശുദ്ധമായിരുന്നു. അല്ലാഹു തആല അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ അല്ലാഹു തആല പരിശുദ്ധമാക്കി തീർക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വള്ളത്തോൾ നാരായണ മേനോൻ എന്ന സമശീർഷകനായ കവി എഴുതുന്നുണ്ട്. ഞാൻ കണ്ട അംബുജം മാറി നിൽക്കും, അത്രമേൽ മഹിത മനോഹരമായ ഒരെഴുത്തിന്റെ പിന്നാമ്പുറങ്ങളിലാണ് അദ്ദേഹം റസൂലുള്ളാഹി തങ്ങളെ വായിക്കുന്നത്. അദ്ദേഹത്തിന് പോലും തിരിഞ്ഞു, വള്ളത്തോൾ നാരായണ മേനോന് തിരിഞ്ഞു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. കാലത്തിന്റെ യവനകൾക്കുള്ളിൽ ആ കവി, സമശീർഷകനായ കവി, ഇത്രമേൽ സ്വാധീനിക്കപ്പെട്ട, ഇത്രമേൽ ജനങ്ങളെ സ്നേഹിക്കപ്പെടുന്ന, ജനങ്ങൾ ആദരിക്കപ്പെടുന്ന, അവരെല്ലാ സന്ദർഭത്തിലും ഓർക്കപ്പെടുന്ന ഒരു മഹാമനീഷിയെ എന്റെ എഴുത്തുകളിലോ എന്റെ വാചാലതകളിലോ എന്റെ പ്രഭാഷണ കുറിപ്പുകളിലോ കാണാൻ സാധ്യമല്ല എന്ന് വള്ളത്തോൾ നാരായണ മേനോൻ എന്ന സമശീർഷകനായ ഒരു കവിക്ക് തിരിഞ്ഞു. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാലത്ത് അത്രയും സ്വാധീനം ചെലുത്തി. എവിടെയാണ് തങ്ങളെ പഠിക്കേണ്ടത്? അബൂജഹലും തങ്ങളെ കണ്ടവരാണ്.
ഏതാണ്ട് 70-ൽ പരം പ്രാവശ്യം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജഹലിന്റെ വീട്ടുവാതിക്കൽ പോയതാണ് മഹത്തുക്കൾ എഴുതുന്നുണ്ടതും. അബൂജഹൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വരൂപത്തിന്റെ പുറമെ മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ട് അവന് വിശ്വാസിയാകാൻ സാധ്യമായില്ല. അവിടുത്തെ മദഹും മദദും സ്വീകരിക്കാൻ സാധ്യമായില്ല. എന്തുകൊണ്ട്? പുറംപൂച്ചു മാത്രം കണ്ടിട്ടല്ല നബി തങ്ങളെ വിലയിരുത്തേണ്ടത്, തങ്ങളുടെ ആത്മീയതയിലേക്കും ആത്മസൗരഭ്യത്തിലേക്കും ഇറങ്ങുമ്പോഴാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, നഅം സറാതൈഫു മൻ അഹ്വാ ഫഅർഖനി വൽഹുബ്ബു യഅ്തരിദു ലദാതി ബിൽ അലമി. എന്റെ ഖൽബിനകത്തുള്ള പ്രേമവും പ്രണയവും അങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതനുസ്യൂതമായ ഒരു സാഗരം കണക്കെ, അതിന്റെ അനുസ്യൂതത്തിലേക്ക് വിഘാതം വരാതെ അങ്ങക്ക് വേണ്ടി ആ കണ്ണുനീർ ചാലുകൾ പിന്നെയും ഒഴിയുകയാണ്. മഹാനവറുകൾ പറഞ്ഞു നിർത്തുന്നു, ഒരാളുടെ സുന്നത്തിനെ ഞാൻ പുനർജീവിപ്പിച്ചു. രാത്രികളെ പകലുകളാക്കിയ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിനോട് ഞാൻ എതിര് പ്രവർത്തിച്ചു എന്ന് അവർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? 2 കാലുകൾക്കും ശക്തമായി നീര് ബാധിച്ച് നമസ്കരിക്കാൻ, രാത്രി നിന്ന് നമസ്കരിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇമാം ബൂസരി തങ്ങൾ ആ കവിത എഴുതിയത്. പ്രിയമുള്ളവരെ, സ്നേഹത്തിന് അതിന് അവസാനിക്കുന്ന സീമകളില്ല. അല്ലാഹു തആല നമുക്കൊക്കെ മനസ്സിലാക്കാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഈ മഹല്ലത്തിൽ നടക്കാനിരിക്കുന്ന റബീഇന്റെ വസന്തമാണ് വരുന്നത്. തങ്ങളെ പഠിക്കുക, മനസ്സിലാക്കുക, അവിടുത്തെ തിരുശരികൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക, പഠിക്കുക, പ്രമേയമാക്കുക, ഇതൊക്കെ നമ്മുടെ ആവശ്യകതയാണ്. അല്ലാഹു തആല അതിന് നല്ല ഒരു അവസരമാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ മഹല്ലത്തിൽ ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചൊവ്വാഴ്ച മൗലിദ് നടക്കുകയാണ്. മൗലിദിന് ശേഷം ഇൻഷാ അല്ലാഹ് ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കും. എല്ലാവരും ഇൻഷാ അല്ലാഹ് അതിൽ ഭാഗവാക്കാകണം. അത് മാംസമായിട്ടാകട്ടെ, അത് മറ്റു തരങ്ങളായ അരിയായിട്ടാകട്ടെ. ഇനിയും ധാരാളം പേര് പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനിയും ധാരാളം പേര്, ആർക്കൊക്കെ സാധിക്കുമോ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് എഴുന്നേറ്റ്. നമുക്ക് സമയം വളരെ പരിമിതമാണ്. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് സവാള അതിന്റെ ഇതായിട്ട് നൽകുന്ന ഒരു കുടുംബം എത്രയോ നാളുകളായി അവർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈറുടെ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സാധിക്കുന്നവരൊക്കെ പ്രിയമുള്ളവരെ ഒന്ന് എഴുന്നേറ്റ്. അരി, ഒരു ചാക്കരി. പേര് പറയും ഇൻഷാ അല്ലാഹ്. ആർക്കെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയാം. അരിയോ അല്ലെങ്കിൽ മാംസം പോത്തൊന്നായിട്ടോ അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഷെയർ ആയിട്ടോ പറയാം. അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ, അദ്ദേഹം ഇൻഷാ അല്ലാഹ് മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിലെ പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല അവരുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും അല്ലാഹു തആല സാധൂകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ ആരെല്ലാം അതിനേറ്റവും അല്ലാഹു തആല ഇരുലോക വിജയികളിൽ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും എല്ലാവിധ മനസ്സിന്റെ പ്രതിസന്ധികളും അല്ലാഹു തആല അവർക്ക് പരിഹരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും അവരുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഖബറുകളിലാണ് അവർക്കൊക്കെ മഗ്ഫിറത്ത് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റാരെങ്കിലും ഇൻഷാ അല്ലാഹ് പറയാം പ്രയാസം ഉണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസിലായാലും പറയാം ഇൻഷാ അല്ലാഹ്. ഉള്ളത് 2 കാര്യം പറയാനുള്ളത്. ഖബറുകൾ നമ്മളുമായി ബന്ധപ്പെട്ട് പലരും ഖബറിൽ നമ്മുടെയൊക്കെ ബന്ധുജനങ്ങളൊക്കെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ ഖബറുകളിലൊക്കെ പലപ്പോഴും പുല്ല് വല്ലാതെ വളരുകയും വലിയ പ്രയാസമായി അവിടെ സിയാറത്ത് ചെയ്യാൻ വരുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കാര്യമായി അതാത് കുടുംബ ബന്ധുക്കളൊക്കെ ഇൻഷാ അല്ലാഹ് ഇടയ്ക്ക് വരുമ്പോൾ, നമ്മൾ സിയാറത്ത് ചെയ്യാൻ വരുമ്പോൾ ആ പുല്ലുകളൊക്കെ ഒന്ന് നീക്കി ഇൻഷാ അല്ലാഹ് ഒന്ന് വൃത്തിയാക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ മൃഗം സംഭാവന നൽകിയ ഒരു സഹോദരൻ, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലുള്ള സഹോദരനാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ ഇൻഷാ അല്ലാഹ് തീർത്തു കൊടുക്കുകയും ഖൈർ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളിൽ പല വിദ്യാർത്ഥികളും, ഇപ്പോൾ ഈ ചെറുപ്പക്കാർ പലരും വസ്ത്രം ധരിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ വലിയ പടങ്ങളും അതുപോലെ തന്നെ പലതിൻ്റെയും രൂപങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടു. വലിയ പ്രയാസമാണ്. കാരണം പുറകിൽ നിന്ന് നമസ്കരിക്കുന്നവരുടെ നിസ്കാരം മാത്രമല്ല, വസ്ത്രം ധരിക്കുമ്പോൾ നമുക്കൊക്കെ മാന്യമായ വസ്ത്രം ധരിക്കും. ഒന്നുകിൽ വെള്ള വസ്ത്രമാണ് അഫ്ദൽ, ഇനി അത് സാധിക്കാത്തവർക്ക് കളർ വസ്ത്രം ധരിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ധരിക്കുമ്പോഴും നമ്മളുടെ ഒരു കാരണവശാൽ